ഇതാണോ കഴിക്കുന്നത്? എന്റെ കർത്താവേ, എന്നതാടി രാവിലെ കിടന്ന് കാറുന്നേ? നിങ്ങൾ എന്താ ഈ മുറ്റത്ത് കാണിച്ചു വെച്ചേക്കുന്നത്? യോ, എന്നാ പറ്റി? ദേ, ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ബീഡി വലിക്കരുതെന്ന്. അതെ, ഒരു കൊച്ചു വളർന്നു വരുന്ന വീടാ ഇത്. ഷോ, ഒന്ന് നിർത്തടി മേരി. കൊച്ചു വളരാതിരിക്കാൻ എന്താ വളർച്ച മുരടിക്കുന്ന സാധനം വല്ലതും വന്നോ? അല്ലേലും ഞാനിതാരോടാ പറയുന്നത്? വലിച്ചു വലിച്ച് ഇത് എന്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആവാതിരുന്നാ മതിയായിരുന്നു. അപ്പ ഒന്നും കൂടാ. ഹായ്, നല്ല രസം. നീ വീഡിയോ വലിച്ചിട്ടുണ്ടോ? വീഡിയോ അതെല്ലാം വലുതാകുമ്പോ വലിക്കാനുള്ള. ഇപ്പൊ പിന്നെ എന്നാ വലിക്കും? പിള്ളേർക്കൊക്കെ എന്നാടാ വലിക്കാനുള്ളേ? വീഡിയോ അതൊന്നും എന്തായാലും പറ്റത്തില്ല. ആ, ഒരു സാധനമുണ്ട്. അതെന്തോന്നാ? അമ്മച്ചിയെ, അപ്പോടെ പോയി? ജെറിയേ, ഞാനിവിടെ ഉണ്ടടാ. എന്നാ കാര്യം? ഒന്നുമില്ല, ഞാൻ അപ്പനെ കാണാത്തോണ്ട് ചോദിച്ചതാ. ടീ മേരിയേ, ഞാൻ ആ വടക്കേക്കര വരെ ഒന്ന് പോയച്ചു വരാം. വേഗം വരണേ. ജെറിയേ, അതൊന്നെടുത്ത് കളഞ്ഞേക്കണേ. ഞാൻ ഇന്നലെ ഒരു പുക എടുത്ത്. എന്തൊരു പുളുവാടാ നീ. സത്യമായിട്ട് ആടുത്തും പറയല്ലേ. എവിടുന്നാടാ? അപ്പം വലിച്ചിട്ടെന്ന് ആടുത്തും പറയല്ലേ പ്ലീസ്. നിന്റെ അപ്പം നിനക്ക് വീടിയെന്നോ? അപ്പം വലിച്ചിട്ട് കളയുന്ന ഞാൻ എടുത്തൊരു വലിയ വലിച്ച്. സത്യാണോടാ? അതേന്നെ, എന്നാ ഫീലാണെന്നാ. ഇപ്പോഴേ വീടിലേക്ക് തുടങ്ങിയാ? ഇല്ല കേട്ടോ. ഡാ വാ, നീ പേടിക്കണ്ട, കുഴപ്പമില്ല. എൻ്റെ കൂടെ വന്നാൽ മതി, നീ പേടിക്കണ്ട. ഇതിനേക്കാൾ രസമുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, വലിച്ചാൽ പറന്നു പോകുന്നത്. നിനക്ക് ഞാൻ തരട്ടെ? വേണ്ട ഏട്ടാ, ഞാൻ ഇന്നലെ പിന്നെ ഒരു തമാശക്ക്. ഡേയ്, നീ ഇതൊക്കെ തമാശയായി കണ്ടാൽ മതി. നീ ഇത് ട്രൈ ചെയ്ത് നോക്ക്. എന്നാ ട്രൈ ചെയ്തോ. സാർ, അവര് വന്നിട്ടുണ്ട്. എന്നതാ സാറേ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ? കുറച്ച് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്, ധൈര്യത്തോടെ കേൾക്കണം. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ജെറിയുടെ ബാഗിൽ നിന്ന് കിട്ടിയതാ. ജെറി, ഇതൊക്കെ സത്യമാണോ? ഇതൊക്കെ സത്യമാണോന്ന്? നീ എന്നതാ ചെയ്തത് നിനക്കറിയാമോ? നിനക്കറിയാമോന്ന്? നോക്കൂ ജോസ്, അവന് ശരിയായ ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഒരാഴ്ചയെങ്കിലും നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട്. അല്ലാതെ അവനെ ഒറ്റപ്പെടുത്തിയാൽ അവൻ വല്ല കടുങ്കയും ചെയ്തേക്കും. ചെയ്യാം സാർ, ഞങ്ങൾക്ക് അവനെ വേണം സാർ.